ഹായ് ഹലോ നമസ്കാരം, ഞാൻ കൃഷ്ണരാജൻ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഗെയിമാണ്. ഗെയിം ഇൻ ദ സെൻസ് നിങ്ങൾ പലരും കളിച്ചിട്ടുണ്ടാവും, ദിസ് ഓർ ദാറ്റ്. ഈ ദിസ് ഓർ ദാറ്റിൽ നമ്മൾ ആക്ച്വലി സാധാരണ കോഫി ഓർ ടീ അങ്ങനത്തെ ഗെയിംസ്, അങ്ങനത്തെ കുഞ്ഞ് സംഭവങ്ങളാണ് ചെയ്യാറ്. ഇത് ഞാൻ തന്നെ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ഇത് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്തിട്ടല്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അപ്പം തന്നെ ലൈവായിട്ട് എൻ്റെ റിയൽ ആൻസേഴ്സാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലവ് ഓർ പീസ്. ലവ് ഓർ പീസ്. ഓക്കെ, ഞാൻ ഒരു പക്ഷേ ലവ് ആയിരിക്കും ചൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ പാറ്റേൺ. സോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പീസിനേക്കാൾ അപ്പുറത്ത് ലവ് ആയിരിക്കും ചൂസ് ചെയ്യുക. കാരണം എനിക്ക് ചെറുപ്പം മുതലേ ലവ് കെയർ, ഞാൻ ലവ് ചെയ്യപ്പെടണം, എനിക്ക് ലവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനെപ്പോഴും ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, എനിക്ക് സമാധാനമാണ് വലുത്, എനിക്കത് വേണ്ട, ഞാനത് ഡിവോഴ്സ് ഓർ ബ്രേക്കപ്പ് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ കുറച്ചും കൂടി ഇമോഷണലി എനിക്ക് സ്നേഹിക്കണം, പ്രശ്നമുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ചൂസ് ലവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ മാറാം. ഞാൻ എൻ്റെ ഒരു ബേസിക് പാറ്റേൺ വെച്ചിട്ട്, ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമാധാനം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കും, പക്ഷേ സമാധാനവും ലവും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലവിൻ്റെ പിന്നാലോടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എലോൺ ഫോർ എവർ ഓർ ഫേക്ക് ഫ്രണ്ട്സ്. അത് ഡെഫിനറ്റ്ലി ഞാൻ എലോൺ ഫോർ എവർ ചൂസ് ചെയ്യും. കാരണം എനിക്കൊരു തിരിച്ചറിവുണ്ട്, നമ്മളെന്നും ഒറ്റയ്ക്കാണ്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനും, എന്താ പറയുക, ഒറ്റപ്പെടലാണ്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് റിയൽ ലൈഫിൽ. അതെന്തായാലും നമ്മൾ ചൂസ് ചെയ്തേ പറ്റൂ. കാരണം അതിനേക്കാൾ അപകടമാണ് ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ റിയൽ ഫ്രണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എലോൺ ഫോർ എവറാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം മരിക്കാനും കൂടി ഉള്ളതാണ്. സോ ഈ പറഞ്ഞ പോലെ ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് റിയൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഫേക്ക് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്രണ്ട്സിലും അർത്ഥമില്ല, ക്വാളിറ്റി ഫ്രണ്ട്സ്. അതിപ്പോൾ ഒരു ഫ്രണ്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല, നമുക്ക് ഭയങ്കര സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കുറച്ച് റിയൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കംബാക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുടനീളം ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജസിലും ഓരോ ടൈമിലും നമ്മുടെ കൂടെ കുറച്ച് റിയൽ ഫ്രണ്ട്സ് ഉണ്ടാവേണ്ടത് മസ്റ്റാണ്. സോ ഫേക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ത്രൂ എലോൺ ഫോർ എവർ. ഇനി നെക്സ്റ്റ്, ഹീൽ യുവർ പാസ്റ്റ് ഓർ നോ യുവർ ഫ്യൂച്ചർ. അത് സംഭവം നമ്മുടെ ഫ്യൂച്ചർ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷെ അത് കുറച്ചും കൂടി എന്താ പറയുക, നമുക്കൊന്നും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഹീൽ യുവർ പാസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. എനിക്ക് മറ്റത് പറയാൻ അറിയുന്നില്ല. ഹീൽ യുവർ പാസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പാസ്റ്റ് ഉണ്ട്. പാസ്റ്റിൽ നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും, നമുക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടാവും. സോ അതൊക്കെ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവുക. കാരണം നമ്മുടെ പാസ്റ്റ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അറിയാൻ പറ്റും. സോ ഞാൻ ഹീൽ യുവർ പാസ്റ്റാണ് ചൂസ് ചെയ്യുക. നോ യുവർ ഫ്യൂച്ചർ അതറിയാതിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗിയെന്ന് തോന്നുന്നു. ഇതൊക്കെ അപ്പം സംഭവിക്കുമ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. ഞാൻ കുറച്ച് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, സോറി. നെക്സ്റ്റ്, ടോക്ക് ടു അനിമൽസ് ഓർ റീഡ് മൈൻഡ്സ്. ടോക്ക് ടു അനിമൽസ്. പ്രത്യേകിച്ച് ഞാനൊരു പെറ്റ് ലവറാണ്. അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. ഇങ്ങനെ പെറ്റ്സിനോട് ഇങ്ങനെ കീ 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 എന്ന് പറഞ്ഞിട്ട് അവരുടെ സൗണ്ടല്ല, എൻ്റെ ഒരു ലവ് ലാംഗ്വേജാണ് പെറ്റ്സിനോട് സൗണ്ടിൽ അങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ടോക്ക് ടു അനിമൽസ് ആയിരിക്കും ഞാൻ എടുക്കുക. കാരണം എൻ്റെ ഒരു ഹാബിറ്റ്, എൻ്റെ ഒരു ഹോബിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൾറെഡി.
റീഡ് മൈൻഡ്സ് എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓക്കെ ഇവരെ ഞാൻ മനസ്സിലാക്കും എൻ്റെ സൈക്കോളജി സ്കില്ല് വെച്ചിട്ടെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ എന്നെ കൊണ്ട് പറ്റാറില്ല. കാരണം ഞാൻ ഒട്ടും ജഡ്ജ് ചെയ്യാത്ത ഒരാളാണ്. സോ അവരെന്ത് വന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് അത്രയും ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷേ റീഡ് മൈൻഡ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. ചില സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ ഇവരിതായിരിക്കും ഉദ്ദേശിച്ചതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കും. കാരണം നമ്മൾ മണ്ടിയൊന്നുമല്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ റീഡ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു നമുക്ക് വലിയ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക സമാനങ്ങൾ പോകും. ബെറ്റർ ടോക്ക് ടു അനിമൽസ് ആണ് ഡെഫിനറ്റ്ലി. ദെൻ നെക്സ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ ചുമ്മാ ഫണ്ണിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒന്ന് ഐസ്ക്രീം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിവിടെ ഷോർട്ട് ടൈമായിട്ട് BF എന്നായിരിക്കും. അപ്പം ഞാൻ വായിക്കാൻ വന്നത് ഐസ്ക്രീം ഫോർ ബോയ് ഫ്രണ്ട് എന്നായിരുന്നു. സോറി, ഐസ്ക്രീം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ പിസ്സ അറ്റ് മിഡ് നൈറ്റ്. ഞാൻ പിസ്സ ഫോർ മിഡ് നൈറ്റ്. ബിക്കോസ് ഐസ്ക്രീം രാവിലെ കഴിക്കും, ഷുഗറും തണുപ്പൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. പിസ്സ ഞാൻ അത്ര ഫേവറേറ്റ് ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും പിസ്സ അറ്റ് മിഡ് നൈറ്റ്. ഐസ്ക്രീം ഓർ പിസ്സ അറ്റ് മിഡ് നൈറ്റ്, അത് രണ്ടും. മിഡ് നൈറ്റൊക്കെ ഓക്കെ, രാവിലെ പക്ഷേ എനിക്ക് എപ്പോഴും നല്ല കഞ്ഞിയോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ്സൊക്കെയാണ് എനിക്കിഷ്ടം. അതാണ് നമ്മുടെ ബോഡിക്ക് നല്ലത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, ഇത് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നു. 1 million followers or 5 real supporters. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് വളരെ റിയൽ സപ്പോർട്ടേഴ്സിനും റിയൽ ഫ്രണ്ട്സിനും റിയൽ ആളുകളൊക്കെ മീറ്റ് ചെയ്യണമെന്നാണ് ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. പക്ഷേ 1 million ഫോളോവേഴ്സും എൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ 1 million റിയൽ സപ്പോർട്ടേഴ്സിനെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ 2 ടേംസിൽ പറയാം. ഇമോഷണലി ആണെങ്കിൽ ഞാൻ 5 റിയൽ സപ്പോർട്ടേഴ്സിന് പറയും. ഇത് ഭയങ്കര ട്രിക്കായി പോയിട്ടാണ്, ChatGPT എന്നെ പൊട്ടിച്ചു. ലോജിക്കലാണെങ്കിൽ 1 million ഫോളോവേഴ്സ്. കാരണം എത്രയ്ക്കാണെങ്കിലും നമ്മൾ ഈ കോണ്ടൻറ്റ് ഉണ്ടാക്കിയിടുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഫോളോവേഴ്സ് വേണം. നമ്പർ ഓഫ് ഫോളോവേഴ്സിൻ്റെ ബേസിസിൽ നമുക്ക് ഫോളോവേഴ്സിൻ്റെ ബേസിസിലോ കണ്ടൻറ്റ് ബേസിസിലാണ് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് 1 million ഫോളോവേഴ്സ് ആണ് എനിക്കിഷ്ടം, ലോജിക്കലി സ്പീക്കിംഗ്. അതേസമയം 5 റിയൽ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കാണത് ആഗ്രഹമില്ലാത്തത്? അത് റിയൽ, അത് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമാണ് റിയൽ, നാച്ചുറൽ എന്നൊക്കെ പറയുന്നത്. സോ 5 റിയൽ സപ്പോർട്ടേഴ്സും തുല്യമാണ്. ഇപ്പോൾ രണ്ടിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുക 5 റിയൽ സപ്പോർട്ടേഴ്സ് തന്നെയാണ്. കാരണം 1 million സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 million ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് കാണുമ്പോൾ യെസ് ഞാനെന്തോ നേടി എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ട്. പക്ഷെ 5 റിയൽ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് അറിയും. അപ്പോൾ അത് പലപ്പോഴും ചില ആൾക്കാർ നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 1 million റിയൽ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ റിയൽ സപ്പോർട്ടേഴ്സിന് എപ്പോഴും ഒരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഇനി ഇതുപോലത്തുള്ള വീഡിയോസ് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ബൈ.